എന്നല്ലേ പേര്. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കുട്ടിയുടെ പേര് പ്രിയങ്ക എന്നല്ലേ? അല്ല, മല്ലി. മല്ലിയോ? ഇവളെന്തൊക്കെയാ പറയുന്നത്? ഓക്കെ, മല്ലിയുടെ അച്ഛനമ്മമാർ ആരൊക്കെയാണ്? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയും ഞാനും ഒരുമിച്ച് വിഗ്രഹങ്ങളൊക്കെ വെക്കും. ഇപ്പോ ഇവളെന്തൊക്കെയാ പറയുന്നത്? ഡോക്ടർ പറഞ്ഞില്ലേ മോനെ, കോടതിയിലെത്തുമ്പോ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോ അവള് വീണ്ടും പഴയതുപോലെ ആയി പോകുമെന്ന്. അങ്ങനെ എങ്ങാനും ആയിപ്പോയോ എന്റെ ഈശ്വര? മല്ലിക്ക് ഇവിടെ ഈ കോടതി മുറിയിൽ ഇരിക്കുന്ന ആരെങ്കിലും പരിചയമുണ്ടോന്ന് നോക്കിക്കേ. ഇല്ല. മല്ലിക്ക് നല്ല ക്ഷീണമുണ്ടല്ലേ? മല്ലി പോയി വിശ്രമിച്ചോളൂ. യുവർ ഓണർ, ഇപ്പോൾ എന്റെ മുന്നിൽ നിന്നിരുന്ന പെൺകുട്ടി പ്രിയങ്ക അല്ല എന്ന് വാദിക്കാൻ ഞാൻ തയ്യാറല്ല. അത് പ്രിയങ്ക തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ കേസിലെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരേണ്ടത് ഇപ്പോഴും ഓർമ്മയില്ലാതിരിക്കുന്ന പ്രിയങ്കയുടെ നാവിൽ നിന്ന് തന്നെയാണ്. നാടോടികളുടെ കൂട്ടത്തിൽ നിന്നും ചന്ദ്രശേഖരന്റെ മകനും സിയെയും മോചിപ്പിച്ചു കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയെന്ന് പറയുന്ന പ്രിയങ്ക ഇപ്പോഴും യഥാർത്ഥ ബോധത്തിലല്ല. തങ്ങളാണ് പ്രിയങ്കയെ തട്ടിക്കൊണ്ടു പോയതെന്ന് കുറ്റസമ്മതം കോടതിയിൽ നിലനിൽക്കെ അത് കാണാതിരിക്കാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയങ്കയ്ക്ക് പകരം മറ്റൊരു നിരപരാധിയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതും ഇതേ സംഘം തന്നെയായിരിക്കും. ആ സംഘത്തിന്റെ പിന്നിൽ ഈ നിൽക്കുന്ന ചന്ദ്രശേഖരനും അയാൾക്ക് ഒത്താശ ചെയ്ത സിയെയും തന്നെയായിരിക്കുമെന്ന് ഞാൻ വ്യക്തമായി സംശയിക്കുന്നു. ഈ കേസിന്റെ സുഗമമായ അവസാനത്തിന് പ്രിയങ്കയ്ക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സ തുടരുവാനും ചന്ദ്രശേഖരനെ തിരിച്ച് ജയിലിലേക്ക് അയക്കുവാനും സിഐയുടെ സസ്പെൻഷൻ തുടരുവാനും ഞാൻ അപേക്ഷിക്കുന്നു. നാളെ ഒരു ദിവസം ഇതെല്ലാം അതിജീവിച്ച് ഇവരെല്ലാവരും നിരപരാധികളാകുന്ന നല്ലൊരു ദിവസം ഉണ്ടായിക്കോട്ടെ. അതിൽ ഞാനും സന്തോഷിക്കുന്നു. പക്ഷേ മരിച്ച പെൺകുട്ടി ആരായിരുന്നെന്നും കൊന്നത് ആരായിരുന്നെന്നും കൃത്യമായിട്ട് സമൂഹത്തിന് ഉത്തരം കിട്ടിയിരിക്കണം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.
സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ കേസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. APP ഉയർത്തിയ ന്യായങ്ങൾ തെറ്റാണെന്ന് ഈ കോടതി ഇപ്പൊ പറയുന്നില്ലെങ്കിലും അഡ്വക്കേറ്റ് ആരതി വർമ്മ ഉയർത്തിയ കാര്യങ്ങൾ നിലനിൽക്കുന്നതാണെന്നും കോടതിക്ക് ബോധ്യം വന്നു. പ്രിയങ്കയുടെ മനോനില നേരെയാവുന്നതുവരെ ഈ കേസിന്റെ ശിക്ഷാവിധി അതേ രീതിയിൽ തന്നെ നിലനിൽക്കും. ചന്ദ്രശേഖരന്റെ ജയിൽവാസവും CIയുടെ സസ്പെൻഷനും അതേ രീതിയിൽ തന്നെ തുടരുന്നതാണ്. എത്രയും പെട്ടെന്ന് ഈ കേസിന്റെ ഒരു പൂർണ്ണത നമുക്കിടയിൽ എത്താൻ ഇടയാവട്ടെ. സമൂഹത്തിന് ഒരു പുതിയ ദിശാബോധം ഉണ്ടാകുന്ന വിധത്തിൽ ഈ കേസിന്റെ പരിസമാപ്തി ഉണ്ടാവട്ടെ എന്ന് കോടതി പ്രത്യാശിക്കുന്നു. തുടരന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് കോടതി ഉത്തരവാകുന്നു.